നബി സ്വല്ലല്ലാഹു ഒരു സ്വർഗ്ഗക്കാരനെ കാണിച്ചു കൊടുക്കും. ഒരിക്കൽ നബി സഹാബത്തിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ദയത്തിലോ ആലയിക്കും, നിങ്ങൾക്കിപ്പോൾ ഒരു സ്വർഗ്ഗക്കാരൻ ഒരാൾ വരും, സ്വർഗ്ഗക്കാരനാണ് അയാൾ, മിൻ അഹ്ലിൽ ജന്ന. അപ്പൊ സഹാബത്തൊക്കെ ശ്രദ്ധിച്ചു, സ്വർഗത്തിൽ പോണ ഒരാളെ കാണിച്ചു തരാൻ. രണ്ടാമത്തെ ദിവസം അതന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു, മൂന്നാമത്തെ ദിവസവും ആവർത്തിച്ചു. അപ്പോ പിന്നെ അംർ ഇബ്നു ആസ് ആഗ്രഹം അത് ആരാന്നൊന്ന് അറിയണം. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ പോയി 2-3 ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു. സ്വർഗത്തിൽ പോകാൻ മാത്രം അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അന്വേഷിച്ചപ്പോൾ അങ്ങനെ രാത്രി മുഴുവനുള്ള നിസ്കാരവും അങ്ങനെ അസാധാരണമായ ആരാധനകളൊന്നും കണ്ടില്ല. അങ്ങനെ അവസാനം ചോദിച്ചു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടി കൂടെ വന്നതാണെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരാളോടും യാതൊരു അസൂയയും ഒരു വെറുപ്പും എനിക്ക് തോന്നാറില്ല എന്ന്. ഏതെങ്കിലും നിലക്ക് മറ്റൊരാളോട് അങ്ങനെ തോന്നാത്ത ഒരവസ്ഥ. അങ്ങനെ എല്ലാ ആളുകളും അസൂയയും പരസ്പരമുള്ള ശത്രുതയിലും നിന്നപ്പോൾ ഞാനൊരു ആയത്ത് കണ്ടു ഖുർആനിൽ. എന്താണ് ആയത്ത്? അഹും യക്സിമൂന റഹ്മത റബ്ബിക്, അള്ളാന്റെ കാരുണ്യത്തെ അവർ വിഭജിച്ചു കൊടുക്കുകയാണോ? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ്, ഞാനാണ് അവരുടെ ഇഹലോക ജീവിതത്തെ വിഭജിച്ചു കൊടുത്തത്. ആര് സമ്പന്നനാവണം, ആര് ദരിദ്രനാകണം, ആരെന്ത് ജോലി കൊണ്ട് ജീവിക്കണം, ഓരോ ദിവസങ്ങളിലും ഓരോരുത്തർക്കും എന്ത് വരുമാനം കിട്ടണം, ഇതൊക്കെ ഞാൻ വീതിച്ചു കൊടുത്താണ്. അള്ളാഹു പറയാം, വറഫഅനാ ബഅദഹും ഫൗക ബഅദിൻ ദറജാത്ത്, ചിലർക്ക് ഞാൻ ചില പദവികൾ അധികം കൊടുത്തു. ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയ, ചിലരെ കീഴ്പ്പെടുത്തി ജീവിച്ചു പോകാൻ. വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ, നിന്റെ റബ്ബിന്റെ കാരുണ്യമാണ് അവരൊരുമിച്ച് കൂട്ടുന്നതിൽ ഏറ്റവും ഉത്തമമായത്. അപ്പൊ സുഹൃത്തുക്കളെ, ആർക്കെന്ത് കിട്ടിയാലും നമ്മളതിനെ അസൂയപ്പെടും. അത് പടച്ചവൻ കൊടുത്താണ്. പടച്ചവൻ ഒരാൾക്ക് കൊടുത്ത കാര്യത്തിൽ ഞാൻ എന്തിനസൂയപ്പെടണം എന്ന് ചിന്തിച്ചാൽ ഒരാളോടും, നമ്മുടെ ജ്യേഷ്ഠനാകട്ടെ അനുജനാകട്ടെ ആരോടും ഉണ്ടാവും. ഒരു മനുഷ്യനോടും മനുഷ്യനൊരു അസൂയ തോന്നില്ല. അത് പടച്ചവൻ കൊടുത്തു, ഓൻ അനുഭവിക്കട്ടെ, എനിക്ക് തന്നത് ഞാനും അനുഭവിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ അതിലെന്താണ്? ആ ആയത്ത് കണ്ടതിന് ശേഷം, ആ വിവരം എനിക്ക് കിട്ടിയതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരാളോടും ഒരു വെറുപ്പും വിദ്വേഷവും ഞാൻ എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു.